ഈ ഒരൊറ്റ കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് കേരള PSC ലിസ്റ്റുകളിൽ ഇടം പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്. ഒരുപാട് പേര് PSC എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ അതിൽ വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമാണ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തു പോകുന്നുള്ളൂ. സോ ടോട്ടൽ 100%-ൽ ആക്ച്വൽ കോമ്പറ്റീഷൻ നടക്കുന്നത് ഒരു 10% സ്റ്റുഡൻസ് തമ്മിലാണ്. അതിൽ വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമാണ് മെയിൻ ലിസ്റ്റിലോട്ട് ഇടം പിടിക്കാൻ സാധിക്കുന്നത്. ആ മെയിൻ ലിസ്റ്റിലോട്ട് ഇടം പിടിക്കുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കണം, സബ്ജക്ട് നോളജ് ഉണ്ടായാൽ മാത്രം ഒരു വ്യക്തിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓരോ എക്സാമിനും അതിൻ്റെതായിട്ടുള്ള പ്രസന്റേഷൻ സ്കില്ല് നിങ്ങൾക്ക് വേണം. കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പല കുട്ടികൾക്കും സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കും, ബട്ട് എക്സാമിനെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കുട്ടി അധികം പഠിക്കാണ്ട് തന്നെ ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ച് ഹൈ മാർക്സ് സ്കോർ ചെയ്തു. അവിടെ എക്സാം പ്രസന്റേഷൻ സ്കില്ല് കൊണ്ടാണ് ആ കുട്ടിക്ക് ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ എക്സാം പ്രസന്റേഷൻ സ്കില്ല് കോളേജിൽ പറയാറുണ്ട്, ചുറ്റും വരയ്ക്കുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു, അല്ലെ, പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നു. നേരെ മറിച്ച് അപ്പുറത്ത് നന്നായിട്ട് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് പ്രസന്റ് ചെയ്യുന്നത് ബാഡ് ഹാൻഡ് റൈറ്റിംഗ്, പ്രോപ്പറായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വാല്യുവേഷൻ ബുദ്ധിമുട്ടാവുന്നു, ആ കുട്ടിയുടെ മാർക്ക് കുറയുന്നു, നമ്മൾ കാണുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കേസിലോട്ട് പോകുമ്പോൾ ആറ്റിറ്റ്യൂഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നെറ്റ് എക്സാമിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. 100 ചോദ്യങ്ങൾ ഡെപ്തിലുള്ള കൺസെപ്ച്വൽ നോളേജ് വേണം. നമുക്ക് ആ ഒരു ടൈമിൽ എല്ലാതും അറ്റൻഡ് ചെയ്ത് പോകാൻ സാധിക്കണം. നമുക്കറിയാം, ഓൺലൈനായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പലപ്പോഴും നെറ്റ് എക്സാം ആദ്യമായിട്ട് എഴുതിയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതെങ്ങനെയാണ് ഈ പരിപാടി എന്നുള്ളത് കുട്ടികൾക്ക് അറിയുന്നില്ല. ആദ്യമായിട്ട് നേരെ എക്സാം ഹാളിൽ പോകുന്നു, ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അയ്യോ ഈ ടൈമിൽ കാര്യങ്ങൾ ചെയ്തില്ല, ഇത് കുറച്ചും കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നടക്കുമായിരുന്നു എന്നുള്ള തോന്നൽ വരാം. പിന്നെ അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റാണ്. നമുക്ക് കേരള PSCയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് 90 മിനിറ്റ് ആണ്, 100 ചോദ്യങ്ങളാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ജോലിയാണ് ലഭിക്കുക. ദെൻ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഓരോ പോസ്റ്റുകൾ വിളിക്കുക. സോ ആ ഒരു സമയത്ത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട്. ടോട്ടൽ 100%-ൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുന്നില്ല. ആ കൺഫർമേഷൻ കൊടുത്തുള്ള എല്ലാവരും പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല. ശരിക്കും പറഞ്ഞൊരു 10% സ്റ്റുഡൻസ് ആണ് അതിൽ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ 10%-ൽ ഹയസ്റ്റ് പൊസിഷനിലോട്ട് നിങ്ങൾക്ക് എത്തണമെങ്കിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി മാത്രം പോരാ, ആ എക്സാം പ്രസന്റേഷൻ സ്കില്ല് വേണം. 90 മിനിറ്റിൽ 100 ചോദ്യങ്ങള് മനസാന്നിധ്യം പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് കുത്തേണ്ടത് മാത്രം കുത്തി നമുക്ക് പോരാൻ സാധിക്കണം. ഓൾറെഡി എല്ലാവരും ചെയ്യുന്ന സബ്ജക്ട് നോളജ് ഉണ്ടാക്കണം, അല്ല, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. ഇത് മാത്രം പോരാ. ഇത് മാത്രം വെച്ചിട്ട് നമ്മൾ നേരെ എക്സാമുകളിൽ പോയിട്ടുണ്ടെങ്കിൽ 25-ാം തീയതിയുടെ 11 മണിക്ക് പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് ഇൻ ടൈമിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് പോരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനാണ് മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. ഈ ഒരു സെയിം പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റ് നിർബന്ധമായും പ്രാക്ടീസ് ചെയ്തിരിക്കണം. 90 മിനിറ്റ് 100 ചോദ്യങ്ങള് നെഗറ്റീവ് മാർക്ക് ഇല്ലാണ്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അത് പലരും ചെയ്യാത്തത് കൊണ്ടാണ് മെയിൻ ലിസ്റ്റിലോട്ട് ഇടം പിടിക്കാൻ സാധിക്കാത്ത. നിങ്ങൾ എത്ര പറഞ്ഞാലും ആ 90 മിനിറ്റ്സിലത്തെ പെർഫോമൻസ് ഒരുപാട് കുട്ടികളെ ബാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പലർക്കും കൺഫ്യൂഷൻ തോന്നിയിട്ട് കുത്താൻ പാടില്ലാത്തത് കുത്തി നെഗറ്റീവ് മാർക്ക് കൂടുതൽ വരുന്നു. ദെൻ പലരും എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുത്തിപ്പോരുന്നു. അങ്ങനെ ഒരു ചാൻസ് കളയാണ്. ദെൻ എക്സാം കഴിയുമ്പോൾ പറയും എല്ലാവരും, അയ്യോ വലിയ കുഴപ്പമില്ലാത്ത പേപ്പർ ആയിരുന്നു, പക്ഷെ ലിസ്റ്റിലോട്ട് വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? കാരണം ഇതാണ്, നിങ്ങൾ ഈ ഇത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമിന് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ആ ഒരു ട്രാക്കിൽ എത്തുന്നില്ല. സോ ഈ ഒരു ഒറ്റ ഗ്യാപ്പ് കൊണ്ടാണ് നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കാത്ത. അപ്പൊ സബ്ജക്ട് നോളജ് എന്ന് പറയുന്നത് BCom ബേസ്ഡ് ആണ്.
നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ബട്ട് എക്സാം സ്കില്ല് 90 മിനിറ്റ്സിലത്തെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഒരു 10 മോക്ക് ടെസ്റ്റ് എങ്കിലും പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതും നേരെ പോയിട്ട് വലിയ ഡിഫിക്കൽട്ട് മോക്ക് ടെസ്റ്റ് അല്ല ചെയ്യണ്ടേ. ഫസ്റ്റ് 1-2 വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത്, ദെൻ അതിനുശേഷം ഡിഫിക്കൽട്ട് ലെവൽ കൂട്ടുക, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോക്ക് ടെസ്റ്റ്. ഇതൊക്കെ പ്രോപ്പറായിട്ട് എടുത്താൽ മാത്രമേ 25-ാം തീയതി വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ചെയ്തു പോരാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ നമ്മുടെ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 മുതൽ 15 വരെ മോക്ക് ടെസ്റ്റ് ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമ്മുടെ ആപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 1-2 വളരെ ഈസിയസ്റ്റ് ആണ്, പിന്നെ ഡിഫിക്കൽട്ട് ലെവൽ നമ്മൾ കൂട്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്യാം. ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ KCS ക്ലാസ്സസ് അടിച്ചു കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നേരിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് കയ്യിലില്ലാത്തതുകൊണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ടൈമർ വെച്ചിട്ട് നിങ്ങൾ നിർബന്ധമായും ചെയ്യുക. ടൈമറും കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ ഓൾറെഡി സെറ്റ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരൊറ്റ കാര്യം ചെയ്യാത്തത് കൊണ്ട് നിങ്ങളെ ലിസ്റ്റിൽ ഇടം പിടിക്കാണ്ട് പോരുത്. അതിനുള്ള സൊല്യൂഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഒക്കെ ഡെയിലി നടക്കുന്നുണ്ട്. എല്ലാ വീഡിയോസും കാണാം കേട്ടോ. എന്ത് ഡൗട്ട് ആണെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.